ഹലോ ഗായ്സ്, ഇന്നുണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന 4 തരം കറികളാണ്. ആദ്യമായി ഉണ്ടാക്കുന്നത് ഒരു സിമ്പിൾ മോര് കറിയാണ്. കൂടുതലായിട്ട് അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഉള്ളി എന്നിവ ആഡ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് വരട്ടി കൊടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വച്ചിരുന്ന 2 ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് അതിനെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അത് ഇച്ചിരി തണുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ തൈര് കറി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക മോര് കറിയാണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കടുക്, കറിവേപ്പില, ഉലുവ, ഉള്ളി ആൻഡ് ഗ്രീൻ ചില്ലി ഇത്രയും ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു. അതിൽ ഒരു വറ്റൽമുളകും ആഡ് ചെയ്യുന്നു. അങ്ങനെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. അത് പ്രിപ്പയർ ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ വെള്ളരിക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നു. കുറച്ച് മഞ്ഞൾ പൊടിയോടെ ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം, വേവിച്ചെടുക്കാം. ഓക്കെ, അത് നന്നായിട്ടൊന്ന് കുക്കാവുന്നതിന് നമ്മൾ ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. തൈരിൽ ഓൾറെഡി ഉപ്പ് ചെറുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മുടെ വെള്ളരിക്ക മോര് കറി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. അതും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതിൽ നമ്മൾ എടുക്കുന്നത് കടുക്, വറ്റൽമുളക്, ഉള്ളി എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ അതിനെ വരട്ടിയെടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് അതിനെ നന്നായിട്ട് ഇളക്കി വെക്കാം. അടുത്തതായിട്ട് അതിൽ ആഡ് ചെയ്യുന്ന കുറച്ച് ഇഞ്ചി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കുക്കായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വച്ചിരുന്ന തക്കാളി ആഡ് ചെയ്യാം. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും ആഡ് ചെയ്യാം. ഇനി ഇപ്പോൾ ഇട്ടത് കുരുമുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടിയിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കായം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നാലാമതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കത്തിരിക്ക മോര് കറിയാണ്. അതിലേക്ക് നമ്മൾ ആദ്യം കത്തിരിക്ക അരിഞ്ഞ് സ്ലൈസസ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാവുന്ന മസാലയാണിത് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഇറച്ചി മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് നമ്മൾ ഈ മസാല കത്തിരിക്ക ഒന്ന് നന്നായിട്ട് പുരട്ടിയെടുക്കും. ഓക്കെ, അതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് അതിനെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ തൈര് മോര് കറിയാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് എടുക്കുന്ന സെയിം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലും എടുക്കുന്നത്. മോര് കറിക്ക് എടുത്ത സെയിം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലെടുക്കുന്നത്. അതാണ് നമ്മുടെ ഇവിടെ മോര് കറി. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരുന്ന കത്തിരിക്ക അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി. നമ്മുടെ കത്തിരിക്ക മോര് കറി റെഡി ആയിട്ടുണ്ട്.